എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾമോസ്റ്റ് എല്ലാ ഡിഷുകളുടെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ച ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 10 സെക്കൻഡ് നേരം ഇളക്കുക. പിന്നീട് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് തുടർച്ചയായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികളുടെ പച്ച ചുവ മാറാൻ തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഒരു വിസിൽ അടിച്ചാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.